ആണോ വീട്? അല്ല വീട്, അത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. വെള്ളം ഉണ്ടാക്കല്ലോ. ഇവൻ ഇപ്പുറത്താ താമസിക്കണം. ആണോ? ആ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കുന്നത്. വാസുട്ടേ, ആ വാസുട്ടേ, എന്തൊക്കെയാണ്? ഞാനാണ്. ഒന്ന് വന്നേ. ജോസൂട്ടിയാണ്. എന്താണ്? എന്തെടുക്കാണ്? ഞാൻ ഈ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കണേ. ആ, ഇത് ഗോപിച്ചേട്ടൻ, നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി ഒരു പുതിയ വീട് പണിയണ്ടേ. അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം. അയ്യോ, ഇന്ന് ഒഴിവില്ല. അയ്യോ, എന്താ അറിയോ, ഞാൻ വീട് മാറി വന്നിട്ടേ അതിന്റെ ചെറിയൊരു തിക്കും തിരക്കാണ്. അതേ, ഇങ്ങ വന്നേ. കാര്യമുണ്ടെന്ന് വാ പറയട്ടെ, കാര്യം പറയട്ടെ. അതേ, പുള്ളിയുടെ അടുത്ത് നല്ല പൈസ ഉള്ള ഒരാളാണ്. പുള്ളി 3-4 ആളുടെ അടുത്ത് ചെന്നിട്ടുണ്ടായി. അപ്പൊ അവിടുന്ന് കാലം തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. വലിയ ഷോയൊന്നും ഇറക്കാൻ നിൽക്കണ്ട, എനിക്ക് കാശിന് അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചോണ്ട് വന്നതാണ്. പുള്ളി ഒരു വീട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ 2-3 പേരെ പോയി കണ്ടപ്പോ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നീ അയാള് പറയണെന്ന് കേട്ടിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ ഇത്തിരി പൈസ തടയും. മനസ്സിലായില്ലേ? അയാളുടെ പേര് ഗോപി. അല്ല, ഒന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്താ ബുദ്ധിമുട്ട് മാറും. അതുകൊണ്ടാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ ഗോപിയാവോ? ഇത് ജോലിയുള്ള ആളാണ്. കഴുത്തിൽ മാലയൊക്കെ കിടക്കണൂടെ. നിനക്കിപ്പോ വീടൊക്കെ മാറി പൈസ ഇല്ല, ഭാഗ്യ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പുള്ളി ഒരു അന്ധവിശ്വാസിയാണ്. എന്തെങ്കിലും ഒക്കെ പറഞ്ഞൊന്ന് പേടിപ്പിച്ചില്ല ചില്ലറ കയ്യിലിരിക്കും. ഇങ്ങോട്ട് വന്നേ, വെറുതെ അതും പറഞ്ഞത് തട്ടിക്കളയണ്ട. സമ്മതിച്ചിട്ടുണ്ട്. അതെ, കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ആശാരി. ശരി, നമസ്കാരം. നമസ്കാരം. എനിക്കൊരു വീട് വെക്കണമായിരുന്നേ. അപ്പോൾ ഞാൻ ഈ എഞ്ചിനീയർമാരെയും കുറേ ആൾക്കാരെ കണ്ട് ഒരു പ്ലാനൊക്കെ സെറ്റപ്പ് ആക്കി. പക്ഷേ അത് എത്രത്തോളം വന്നാലും എനിക്കത് തൃപ്തി വരുന്നില്ല മേശ്ശേരി. അതെ, ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. കമ്പ്യൂട്ടർ ചെയ്യരുത്. കമ്പ്യൂട്ടർ ചെയ്താൽ എന്താ കുഴപ്പം? അളവും ഇതൊന്നും കൃത്യമാവില്ല. ഞാൻ പറഞ്ഞത് നല്ല അളവ് കൃത്യമല്ലാത്തൊരു വീട്ടിൽ കയറിയിരുന്നാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ചിലപ്പോൾ കയറിയാണ്ട് താമസിക്കുമ്പോൾ തന്നെ ആള് തട്ടിപ്പോകും. അപ്പൊ പുള്ളിയുടെ വൈഫ് വലിയ വിശ്വാസിയാണ്. അപ്പൊ അവരുടെ വീട് പണിതത് ആശാരിയുടെ അച്ഛനാണ്, ചെല്ലപ്പനാശാരിയാണ്. അപ്പൊ ചെല്ലണമെന്നൊരു നിർബന്ധം. അപ്പൊ നമ്മളൊരു വീട് വെക്കുന്നത് എന്തിനാണ്? ആ വീട്ടിനകത്തേക്ക് നമ്മളാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം വേണം, സമ്പത്ത് വേണം. അത് വേണം. അതിന് അളവും കുറിയായിട്ട് വീട് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ 56 അങ്കുലത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 10 വരവും 1 രൂപ ചെലവും അങ്ങനെ വരുള്ളൂ. ഇനി കണക്കും കൂറി ഇല്ലാതെ വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ 10 ചെലവും 1 വരവും. മറ്റേതാകുമ്പോൾ 9 ബാക്കിയുണ്ട്. അത് വേണം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ വീടല്ലേ പണിയണത്. അപ്പോൾ കണക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ജോസൂട്ടി പറഞ്ഞായിരുന്നു ഇവിടെ വന്നാൽ എല്ലാം ശരിയാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്താ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് ഒരു പുരയിടം. അത് ഇപ്പോൾ എങ്ങനെയാണ് ഞാനൊന്ന് സമചതുരം എന്ന് പറയാൻ പറ്റൂല, ഒരു അറ്റം ഒരു അല്പം നീളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുക വ്യക്തമായിട്ട്. അതിപ്പോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എങ്ങനെയാ പറയണം, ഞാൻ വേണമെങ്കിൽ അതൊന്ന് ഇവിടെ വരച്ച് കാണിച്ചു തരാം. പേപ്പറോ പെൻ എന്തെങ്കിലും ഇവിടെ തന്നെ ഇതാണ് ഒരിടം കേട്ടോ. അങ്ങോട്ട് കേരളേട്ടാ, കേശവൻ ചേട്ടൻ്റെ കുഴപ്പമില്ല. ഇത്ര വരും. കൃത്യം ചതുരല്ല. ഈ മുൻഭാഗത്ത് ഇതാണ് കിഴക്ക് കേട്ടോ. ഇവിടെ ഒരു അല്പം തള്ളി പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് വരച്ചതനുസരിച്ച് ഇത്രയും വരും വീട് കേട്ടോ. ഇത്രയും വീട് വരും. പക്ഷെ ഒരു പ്രശ്നം എന്നാ അറിയാവോ? കണ്ടത് ഈ ഭാഗത്ത് ഒരു ബാത്റൂം കെട്ടണം കേട്ടോ. ഈ ഭാഗത്ത് ബാത്റൂം കെട്ടണം എന്നാണ് മല്ലിക പറയണത്. ആര്? മല്ലിക. നിങ്ങൾക്ക് മല്ലികയുടെ അഭിപ്രായമാണോ വേണ്ടത്, എൻ്റെ അഭിപ്രായമാണോ വേണ്ടത്? അല്ല, മല്ലിക പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ഇയാൾ പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഗോവിച്ചന്റെ വൈഫിന്റെ പേരെന്താണ്? മല്ലിക. പുള്ളിയുടെ ഭാര്യയുടെ പേരാണ് മല്ലിക. അതാ ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ എന്റെ ഭാര്യയുടെ പേര് മല്ലിക. ഞാൻ അവളെ അഭിപ്രായം പറഞ്ഞിട്ട് പ്ലാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ബാത്റൂം കുഴപ്പമുണ്ടാ? അവിടെ ബാത്റൂം ചെറിയൊരു കുഴപ്പമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞാൽ അറിയാമോ, ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള തങ്കപ്പൻ ജോൽസിന്റെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഈ ചെറിയ പ്ലാനും ആ സ്ഥാനവും വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഇതിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നം അത് വരും. ഭാര്യയായിട്ട് എങ്ങനെയാണ്? അയ്യോ, ഭാര്യയായിട്ട് നല്ല ടേംസിലല്ലേ. പുള്ളിക്കാർ പറഞ്ഞതിനപ്പുറത്ത് ഞാനില്ല. അല്ല, എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ 4 മൂല ശരിക്കും ഒഴിവാക്കിയിടണം എന്നാണ്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്.
മൂലയിൽ ബാത്റൂം പണിയാൻ പാടില്ല എന്നാ ശാസ്ത്രപ്രകാരം. അതല്ലേ. അപ്പോൾ അങ്ങനെ പണിത വീടുകളിൽ സ്ത്രീകൾ പാടില്ല എന്നാ. അയ്യോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം. അങ്ങനെയൊക്കെ അല്ല, നല്ല ടേംസിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ലേശം ഇങ്ങോട്ട് മാറ്റാം. അതല്ലെങ്കിൽ അവിടെ തന്നെ പണിയാന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, നല്ല ടേംസ് തന്നെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ശരിക്കും ഈ സ്ഥാനം വരേണ്ടത് പടിയാണ്. പക്ഷെ അത് കുഴപ്പമില്ല, ഇവിടെ പണിയാ. അവിടെ മല്ലിക സമ്മതിക്കൂല. മറ്റേ പുള്ളി ആദ്യം കണ്ട ആള് കുഴപ്പമുണ്ടെന്നാ പറഞ്ഞത്. തങ്കപ്പ ജോത്സ്യം പറഞ്ഞത് കുഴപ്പമാണ്, ചെറിയ കുഴപ്പമാണ്, ചെറിയൊരു കുഴപ്പമാണ്. നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്ന് ഒരു പൊടിക്കും ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഒരു ചെറിയൊരു പൊടിക്കും ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂലയിൽ നിന്ന് മാറി കിട്ടും ചെയ്യും, ബാത്റൂം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയും ചെയ്യും. അപ്പൊ മല്ലികയുടെ കാര്യം നടന്ന് നമ്മുടെ ശാസ്ത്രവും ശരി. അപ്പൊ ഇപ്പുറത്ത് താമസിക്കണവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പുറത്ത് താമസിക്കുന്നവർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ശരി. കാരണം തൊട്ടപ്പുറത്ത് താമസിക്കുന്നവർ പറഞ്ഞു ഇവിടെ ബാത്റൂം വെക്കരുത്, അവർക്ക് ഒരു കുഴപ്പമാണെന്നാ പറഞ്ഞു. അവര് എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ, അതെന്തിനാ നിങ്ങൾ നോക്കണേ? അപ്പൊ ഇവിടെ ബാത്റൂം വെക്കാം. ഇവിടെ മല്ലിക പറഞ്ഞ പോലെ ബാത്റൂം വെച്ചോ. അപ്പൊ ഈ പറഞ്ഞ പോലെ പൊടിക്ക് ഒരു അല്പം പുറകോട്ടൊന്ന് വലിച്ചു കെട്ടിയ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിക്കോട്ടെ. ഒരു പൊടിക്ക് ഇങ്ങോട്ട് മാറി കെട്ടിയാൽ മതി. ഇവിടെ തന്നെ കെട്ടാം. പിന്നെ ഇവിടെ ഈ ദിക്കിന് എന്തെങ്കിലും കുഴപ്പമില്ല? ദിക്കിന് ഇരിക്കണ സമയത്ത് നമ്മള് പടിഞ്ഞാട്ട് നോക്കി ഇരിക്കരുത്. കാരണം സൂര്യനെ ഉദിക്കണ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയണം. നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. പണിയുമ്പോ നോക്കും.